നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ വീണ്ടും മുന്നറിയിപ്പ്. ചില പ്രദേശങ്ങളിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് നൽകിയിരിക്കുന്നത്. നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിയാദ്, കാസിം, വടക്കൻ അതിർത്തി മേഖല, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ ഇടത്തരം മുതൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും ഇത് പേമാരിക്ക് കാരണമായേക്കാമെന്നും സിവിൽ ഡിഫൻസ് അറിയിച്ചിരിക്കുകയാണ്. റിയാദ്, ഹൈൽ മേഖലകളുടെ ചില ഭാഗങ്ങളിൽ മിതമായ മഴയും മക്ക, മദീന, അസീർ, ജസാൻ, അൽബഹ എന്നിവിടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയും അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇത്തരമൊരു അന്തരീക്ഷത്തിലുണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും ഡയറക്ടറേറ്റ് അഭ്യർത്ഥിച്ചു. ജലപ്രവാഹവും വെള്ളപ്പൊക്കവും ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. റോഡുകളിലും മറ്റും വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായാൽ ആളുകൾ പരമാവധി പുറത്തിറങ്ങാതെ സുരക്ഷിതരായി വീടുകളിൽ ഇരിക്കാനാണ് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുരക്ഷാ മുൻകരുതലുകളുമായി വിവിധ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെയും സിവിൽ ഡിഫൻസ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനും ഡയറക്ടറേറ്റ് ആഹ്വാനം ചെയ്തു. സൗദിയിലെ തീരദേശ നഗരമായ ജിദ്ദയിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ആഴ്ചയുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും 2 പേർ മരിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. 6 മണിക്കൂർ നീണ്ട മഴ 2009-ലെ പ്രളയത്തിന് കാരണമായ മഴയേക്കാൾ ശക്തമായിരുന്നുവെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയുണ്ടായി. 1750 മില്ലിമീറ്റർ മഴയാണ് ജിദ്ദയിൽ ലഭിച്ചത്. പലയിടങ്ങളിലും ശക്തമായ മഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വീടുകളും വാഹനങ്ങളും വെള്ളത്തിൽ മുങ്ങി. ശക്തമായ ഒഴുക്കിൽ നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയതായും റിപ്പോർട്ടുണ്ടായിരുന്നു. ജിദ്ദയിലുണ്ടായ പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും നാശനഷ്ടമുണ്ടായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് സൗദി അറേബ്യയിലെ സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റ് ഒരു വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുമുണ്ട്. അപേക്ഷയും ബന്ധപ്പെട്ട രേഖകളും www.my.998.gov.sa/damage-report/ എന്ന വെബ്സൈറ്റ് ലിങ്ക് വഴി അപ്ലോഡ് ചെയ്യണമെന്ന് ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുകയാണ്. അതേസമയം ഈ മുന്നറിയിപ്പുകൾ കൃത്യമായും പാലിച്ചിരിക്കണം. കാരണം സൗദി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ മഴയിൽ കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രത്യേകിച്ചും സൗദി അറേബ്യയിലെ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് എടുത്തു പറയുന്നത്. ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിയാദ്, ഖാസിം, വടക്കൻ അതിർത്തി മേഖല, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ ഇടത്തരം മുതൽ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാറ്റിനും സാധ്യതയുണ്ടെന്നും ഇത് പേമാരിക്ക് കാരണമായേക്കാമെന്നും സിവിൽ ഡിഫൻസ് അറിയിച്ചിരിക്കുകയാണ്. ഈ മുന്നറിയിപ്പ് അവഗണിക്കരുതെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.